മടപ്പറമ്പിൽ ഗോപാലൻ നായരുടെ മകൾ അമ്മിണി എന്ന് വിളിക്കുന്ന ഭാർഗവി 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 ഹാജരുണ്ടോ? ഭാർഗവി ഹാജരുണ്ടോ? പേര്? അമ്മിണി. പ്രതി നിങ്ങളുടെ ആരാണ്? ഉണ്ണി എന്റെ മകനാണ്. നിങ്ങളുടെ വീട്? കുറച്ചകലെയാണ്. കുറച്ചകലെ എന്ന് പറഞ്ഞാൽ? കുട്ടനാട്ടിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഉണ്ണിയും മാത്രം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ്? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ വിവാഹിതയല്ല. അപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ? ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയൂ. പറയൂ. ജീവിച്ചിരിപ്പുണ്ട്. അതല്ല ചോദിച്ചത്. അദ്ദേഹം ഇല്ല, ഞാൻ പറയില്ല. അതെനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ പറയില്ല. യുവർ ഓണർ, ഷീ ഈസ് അവോയ്ഡിംഗ് മൈ ക്വസ്റ്റ്യൻസ്. യുവർ ഓണർ, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഈ കേസിൽ പ്രസക്തിയില്ല. ഐ ഒബ്ജക്റ്റ് ഇറ്റ്. തീർച്ചയായും പ്രസക്തിയുണ്ട്. ഈ കേസ് വെള്ളിയാഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ദി കോർട്ട് ഇസ് അഡ്ജേൺഡ്. നിർത്തൂ. ഒന്നും ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല. ഇന്നാദ്യമായി കാല് പിടിച്ച് കണ്ണീരോടെ ഞാൻ യാചിക്കുകയാണ്. എന്റെ മോൻ, എനിക്കവൻ മാത്രമേ ഉള്ളൂ. അവനെ രക്ഷിക്കണം. ഞാൻ ഒരു ന്യായാധിപനാണ്. അങ്ങും ഒരച്ഛനല്ലേ? പോകാം. എന്റെ പേര് മത്തായി. എല്ലാവരും സാക്ഷി മത്തായി എന്ന് വിളിക്കും. ഞാൻ കള്ളസാക്ഷി പറയുന്നവനും കൊളരാത്തവനുമാണെന്നാണ് ആളുകൾ പറയണത്. വയറ്റിപ്പഴപ്പിന് വേണ്ടി പല വേഷവും കിട്ടും. വിശപ്പല്ല പെങ്ങളെ ഏറ്റവും വലുത്. നിങ്ങളുടെ സ്ഥിതി എനിക്കറിയാം. നിങ്ങളുടെ മോന് വേണ്ടി എന്ത് കള്ളസാക്ഷി വേണമെങ്കിലും ഞാൻ പറയാം. കാശിന് വേണ്ടിയല്ല. എനിക്കുമുണ്ട് അമ്മയും പെങ്ങന്മാരും. പെങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. പെറ്റീഷൻ 2 ഹർജി 3 അപേക്ഷ 4 ആധാരം 101 തരിക 2 ഹർജി ആധാരം മനസ്സിലായി. തരിക എന്താണെന്ന് മനസ്സിലായില്ലല്ലോ. ഇത് BK ആണ്. BK യോ? BK, അതായത് ബലാത്സംഗ കേസ്.
ബലം പ്രയോഗിച്ചിട്ടുള്ള കേസാവുമ്പോൾ എഴുത്തും അല്പം ബലം പ്രയോഗിച്ചിട്ടുള്ളതായിരിക്കണം. അതാണ് 2 ഫോളോ മീൻ. എന്റെ പേര് പോളെന്നല്ല, പൗലോസ് എന്നാണ്. ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ്. ഫോളോ മീൻ. ഓക്കെ. ഓക്കെ അല്ല, BK. പാറവട്ടിക്കരയിൽ കുറ്റിച്ചാക്കു അന്തോണി മകൻ വാറുണ്ണി ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താണോ അപേക്ഷ രാവിലെ തട്ടിവിടുന്നത്? വായ കൊണ്ട് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഓഹോ. ഗർഭിണിയായ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ അപേക്ഷയാണ്. അതായത് BK. നിനക്ക് ഈ BK എഴുതാനാണല്ലോടാ കൂടുതൽ ഇഷ്ടം. പണിക്കരി ചേട്ടന് അതിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയെ പറ്റി അറിയാൻ പാടില്ല. എന്ത് കോളേജോ? ഹിന്ദു കോളേജോ? എടാ കൊച്ചനെ, എനിക്ക് കോളേജിൽ പോകാനുള്ള യോഗം ഉണ്ടായിട്ടില്ല, അതിനുള്ള തലയിലെഴുത്തുമില്ല. അത് ശരിയാ, തലയിലെടുത്ത് തലമുടികളായിട്ട് പോവോ? ഫോളോ മീൻ. എന്ത് കുന്തമെങ്കിലും ആകട്ടടാ. മറ്റ് ഹരികൾ എഴുതുന്ന പോലെയല്ല BKക്ക് ഹരി എഴുതുന്നത്. അത് എഴുതുമ്പോൾ തന്നെ വിചിന്തനാകും, ഞാടിചരമ്പുകൾ ഉയർത്തെഴുന്നേൽക്കും, രക്തഓട്ടം കൂടും. കാലത്തെ വ്യായാമം ചെയ്യുന്നതിന് പകരം ഒരു ബലാത്സംഗ കേസിന് അപേക്ഷ എഴുതിയാൽ മതി. രാവിലെയുള്ള വ്യായാമത്തിന് ഫലം കിട്ടും. കിട്ടും കിട്ടും. മുതുകിനിട്ടൊരു തൊഴിയാ കിട്ടേണ്ടത്. ചേട്ടനോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബലാത്സംഗം പോയിട്ട് ഒരു നോർമൽ സംഘം പോലും ചെയ്യാത്ത ആളാണ് ചേട്ടൻ. നിന്നെ ഊളംപാറെ കൊണ്ടുപോണ്ട ലക്ഷണമാണ്. യെസ്, അതായത് OP ഊളംപാറ. ഇന്നെന്തോ അച്ഛൻ നല്ല മൂഡിലല്ലായിരുന്നു. ക്രോസിംഗിൽ ഞാൻ ആ സ്ത്രീയെ കുടഞ്ഞു വന്നായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ എന്ത് പറ്റിയാവോ? സാർ വല്ലാത്ത ഔട്ട് ഓഫ് മൂഡിലായിരുന്നു. ഒരിക്കലും സാറിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് വെള്ളിയാഴ്ച നോക്കാം. ആട്ടെ, നിങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് വരില്ലേ? നമുക്ക് ഈ കേസ് ശരിക്കും സ്റ്റഡി ചെയ്ത് പോണം. ഷുവർ. അച്ഛൻ പോയി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇന്നെന്താ പണിക്കരേട്ട അച്ഛൻ വല്ലാതിരുന്നത്? അത് എന്താണാവോ, എനിക്കും തോന്നി അച്ഛൻ വല്ലാതിരുന്നു. പണിക്കര് വന്നില്ലേ? ഇല്ല. എന്തേ വല്ലാതെ? ഒന്നുമില്ല. ഇന്നിനി കോടതിയില്ലേ? ഇന്നിനി കോടതിയില്ലേന്ന് ചോദിക്കായിരുന്നു. ഉണ്ട്, പോകുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും? അല്ല, അങ്കിൾ ഇവിടെയും കേസ് വിസ്താരമാണെന്ന് തോന്നുന്നല്ലോ. ആന്റിയുടെ മുഖം കണ്ടപ്പോ എനിക്കെങ്ങനെ തോന്നി? ആന്റി പാവമാണേ, ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കാവൂ. യമുന ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോ ബാലേട്ടൻ വന്നു. പണിക്കര് ചേട്ടന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാ? സംബന്ധം ചെയ്യാൻ. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ സംബന്ധം ചെയ്താൽ ശുദ്ധ അസംബന്ധമാവേ ഉള്ളൂ. ആ പിന്നെ കുഞ്ഞിന് വളരെ നിർബന്ധമാണെങ്കിൽ
ആ പൂജാമുറി അടിച്ചു തളിക്കാനും വിളക്ക് തേച്ച് തിരിയിടാനും ഒരു 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 10-16 വയസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വേണ്ടില്ല. 16 പകരം ഒരു 17 ആയാലോ? അത് ഇത്തിരി ഒരു അധികപ്പറ്റാവില്ലേ? എന്നാലേ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ കേട്ടോ. പാലേട്ടാ പാലേട്ടാ.